അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സൂറത്ത് ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ കിട്ടുന്ന അത്ഭുത ഫലങ്ങളെ കുറിച്ചിട്ടാണ്. സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വങ്ങളുണ്ട്, വലിയ ഫലങ്ങളുണ്ട്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയ പ്രതിഫലമാണ് കിട്ടുന്നത്. 3 പ്രാവശ്യം ഓതിയ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ് കിട്ടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രവുമല്ല, അവൻ്റെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് അള്ളാഹു ഹറാമാക്കും. ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പരാതി പറയുകയാണ്, നബിയെ, ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്, എപ്പോഴും ബുദ്ധിമുട്ടിലാണ്, വല്ലാത്ത വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. അങ്ങനെ ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു. ആ മനുഷ്യന് അള്ളാഹു റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ദാരിദ്ര്യം മാറി, വിഷമങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അദ്ദേഹത്തിനുണ്ടായി. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട്, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാനായിട്ട്, നമ്മുടെ ഹലാലായ ഉദ്ദേശം എന്താണ് അതൊക്കെ സാധിച്ചെടുക്കാനായിട്ട് മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ എത്രയോ സ്വലാത്ത് ചൊല്ലുന്നോ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ മൗലൂദ് പാരായണമൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊരുമിച്ച് 100 പ്രാവശ്യം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്തുനബിക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു തആല സാധിച്ചു തരുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم